യാക്കോബിനോട് തല്ലുകൂടി വിജയിച്ച കാരണത്താൽ ഇനി മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കട്ടെ എന്ന് പറയുന്നത് ബൈബിളിലുണ്ട്. ഇതാണ് അവരുടെ ദൈവം. രോഗം മാറ്റും, എല്ലാം ശരിയാക്കും, ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എനിക്കൊരു അഡ്രസ്സായി എന്നൊക്കെ നമ്മളെ സുലൈമാൻ ഫാദർ കരഞ്ഞു പറയുന്ന ദൈവത്തിന്റെ കഥയാണിത്. കുറച്ച് തൻ്റെ ഇടവും കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള ഒരാള് മൈക്ക് ടൈസൺ, ഇവാൻഡൽ ഹോളിഫീൽഡ് ഒക്കെ ഒന്നിങ്ങനെ മാഷറയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാളോട് നരകത്തിലേക്ക് പോകാൻ വേണ്ടി വിശുദ്ധ പത്രോസ് പറയുമ്പോൾ എങ്ങോട്ട് പോവേണ്ടി നിന്ന് ഒരു ചോദ്യം കണ്ണുരുട്ടി ഹോളിഫീൽഡ് ചോദിച്ചാൽ ഒറ്റ ഇടിക്ക് 2 സെക്കൻഡ് കൊണ്ട് എതിരാളിയെ കളത്തിൽ വീഴ്ത്തുന്ന മൈക്ക് ടൈസൺ ചോദിച്ചാൽ എന്ത് ചെയ്യും ഈ ദൈവം? എന്ത് ചെയ്യും ഈ ദൈവം? ആലോചിച്ച് നോക്കുക. ഞാനും ഫാദറിനെ ഉദ്ധരിക്കാൻ ഏതെങ്കിലും വ്യത്യസ്ത മതക്കാരുണ്ടെങ്കിൽ അവരുടെ വികാരം വ്രണപ്പെടുത്താനല്ല പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സ് തുറക്കുകയാണ്, ഒപ്പം ബൈബിളും തുറക്കുകയാണ്. മനസ്സ് തുറക്കുകയാണ്, ബൈബിളും തുറക്കുകയാണ്. ഒരു ശക്തനായ ആൾ പോയിട്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് കണ്ണുരുട്ടി ചോദിച്ചാൽ ഈ ദൈവം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിക്കോ, നിന്റെ ചോയ്സാണ് അതെന്ന് പറയേണ്ടി വരും. ഈ ദൈവത്തെ വിശ്വസിക്കണമോ, സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കണമോ? അതാണ് എൻ്റെ ചോദ്യം. നേരത്തെ ഫാദർ ചോദിക്കുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന യേശുവിനെ വിശ്വസിക്കണമോ, മരിച്ചുപോയ മുഹമ്മദിനെ വിശ്വസിക്കണോ? അതാണ് അയാളുടെ ചോദ്യം. യാക്കോബിനോട് തല്ലുകൂടി പരാജയപ്പെടുന്ന ശക്തിരഹിതനായ ദൈവത്തെ വിശ്വസിക്കണമോ, അതോ സർവശക്തനായ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനെ വിശ്വസിക്കണമോ? അതാണ് വിശ്വാസികൾ സുലൈമാൻ ഫാദറിനോട് നടത്തുന്ന ചോദ്യം. ഇതാണ് ബൈബിൾ വായിക്കാൻ പറഞ്ഞതിന്റെ രഹസ്യം. കുറെ ചെറുപ്പക്കാർ അതിലൊരു സംശയമായിരിക്കുന്നു. പലരും എന്നെയൊക്കെ ഫോണിൽ വിളിച്ചു, അല്ല ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ബൈബിൾ വായിച്ചാൽ ഈ സംശയമൊക്കെ തീരുന്നു സുലൈമാൻ ഫാദർ പറയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, തെറ്റിദ്ധരിക്കരുത്. ഈ അബദ്ധ പ്രഘോഷണങ്ങളെയല്ല ഖുർആൻ വായിക്കാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈസാ നബിക്ക് ഇറങ്ങിയതായ പരിശുദ്ധ ഇഞ്ചീലിനെയാണ് ഖുർആൻ വായിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ വേദക്കാരോട് ചോദിക്കാൻ പറയുന്നത്. ഈസാ നബിയുടെ കുരിശ് സംഭവത്തിന്റെ 37 വർഷം കഴിഞ്ഞിട്ട് രചന തുടങ്ങിയ മത്തായിയെയല്ല, 90 110 വർഷം കഴിഞ്ഞിട്ട് രചന തുടങ്ങിയ യോഹന്നാനെയല്ല, അതിന്റെ ഇടയിലും ബാക്കിലുമായിട്ട് രചിക്കപ്പെട്ട മറ്റു സുവിശേഷങ്ങളെയല്ല. ഖുർആന്റെ പേരിൽ എത്ര പച്ചയായിട്ടാണ് ഇയാൾ കളവ് പറയുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ കേൾപ്പിക്കാം. എത്ര വ്യക്തമായ കളവാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അച്ഛൻ വന്നിട്ട് ഒരു വചനം വായിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം മുസ്ലിമീങ്ങളുടെ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ യജമാനനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. അള്ളാഹു പറയാണ്, ഞാൻ അവൻ്റെ അടിമയാണ്, അവൻ എൻ്റെ യജമാനനാണ്. അടിമയ്ക്ക് യജമാനനെ സ്നേഹിക്കാൻ പറ്റിയല്ല, യജമാനന് അടിമയെ സ്നേഹിക്കാൻ പറ്റില്ല. എന്നെ ഒരാൾ അടിമയെ എന്ന് വിളിക്കുന്നത് എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്കങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മറിച്ച് എന്നെ മകനെ എന്ന് വിളിക്കുന്ന യേശുവിനെ എനിക്ക് എളുപ്പമായി സ്വീകരിക്കാൻ സാധിച്ചു. പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് എന്താണ്? വഇബാദുർ റഹ്മാൻ. അല്ലേ? പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രയോഗം ഉള്ളത്. ഇയാൾ എന്നെ പലപ്പോഴും കാണാം ഖുർആനിന്റെ നമ്പർ ഇങ്ങനെ പറയുന്നു, 114 അധ്യായം 114 അധ്യായം. ഈ 114 അധ്യായത്തിൽ 25-ാമത്തേതായിട്ട് അവതീർണമായിട്ടുള്ള അല്ലെങ്കിൽ 25-ാമതായിട്ടുള്ള സൂറത്തുൽ ഫുർഖാനിൽ മാത്രമാണ് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറയുന്ന വാക്യമുള്ളത്. എന്നിട്ട് ഫാദർ സുലൈമാൻ പച്ചക്കള്ളം പറയുന്നു. പരിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായത്തിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, വഇബാദുർ റഹ്മാൻ. അതിന്റെ പുറമെ അയാൾ അതിനർത്ഥം വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ നിങ്ങളുടെ ഉടമയാകുന്നു, നിങ്ങൾ എൻ്റെ അടിമയാകുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. അതാ ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ വിശ്വസ്തരായ അടിമകൾ, ദാസന്മാർ. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഈ ഭൂമുഖത്തൂടെ ശാന്തരായിക്കൊണ്ട് വളരെ വിനയത്തോടുകൂടെ അവർ നടക്കും. ഇതാണ് ഖുർആനിലുള്ളത്. ഇതിന്റെ അർത്ഥമാണ് ഫാദർ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഉടമയാണ്, നിങ്ങൾ എൻ്റെ അടിമയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും.
അതിന്റെ പുറമെ ഇത് ഖുർആനിലെ എല്ലാ വാക്യത്തിലും ഉണ്ട് എന്നാണ്, എല്ലാ അധ്യായത്തിലും ഉണ്ട്. മറ്റൊരു കാര്യം കൂടി ഫാദർ പറഞ്ഞു, ഒരടിമക്ക് ഉടമയെ സ്നേഹിക്കാൻ പറ്റില്ല. അത് ഇവർ പഠിപ്പിക്കുന്ന അടിമയും ഉടമയുമാണ്. സത്യം പറഞ്ഞാൽ അടിമയെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്ന അടിമ അങ്ങനെയാണോ? അള്ളാഹു സൃഷ്ടിച്ചു, എല്ലാ രൂപത്തിലും ആ സൃഷ്ടാവിനെ വിധേയപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടിമയായിട്ടാണ് മനുഷ്യരും മറ്റു സൃഷ്ടികളൊക്കെ ഉള്ളത്. അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധരായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഇതല്ലാതെ സാധാരണ ഈ ക്രൈസ്തവ യൂറോപ്പൊക്കെ പലപ്പോഴും ആഫ്രിക്കൻ നാടുകളിൽ നിന്നൊക്കെ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ച് അടിമകളാക്കി വെച്ചിരുന്നു. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ബ്രിട്ടീഷുകാർ അത് ചെയ്തിരുന്നു, പാതിരിമാർ അത് ചെയ്തിരുന്നു. ആ അടിമയുടെ പ്രയോഗമാണ് ഖുർആനിൽ നടത്തുന്ന ഇബാദുർ റഹ്മാൻ? ഒരിക്കലുമല്ല. പക്ഷെ ഫാദർ അങ്ങനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിന്റെ പുറമെ ഫാദർ ഒരു ഭയങ്കര വർത്താനം പറഞ്ഞു. എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഫാദർ സുലൈമാൻ വളരെ വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, ഈ ഒരു സിദ്ധാന്തവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എങ്ങനെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ യഹോവയാം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടില്ല. ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ അധ്യായം യോഹന്നാനുണ്ടായ വെളിപാട്, യേശുക്രിസ്തുവിന്റെ വെളിപാട്, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് പറഞ്ഞു കൊടുത്തു. വെളിപാട് പുസ്തകം ആരംഭിക്കാൻ ഏറ്റവും പെട്ടെന്ന് സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ തന്റെ അടിമകളെ കാണിച്ചു കൊടുക്കാൻ യഹോവയാം ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ മാത്രമാണോ ഇതുള്ളത്? പുതിയ നിയമത്തിൽ തന്നെ യാക്കോബ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ തുടക്കത്തിൽ പറയുന്നത് യാക്കോബ് അടിമയാണെന്നാണ്. മറ്റ് തിത്തീസും ഫിലിപ്പീസും ഒക്കെ പറയുന്ന കുറെ പുസ്തകങ്ങൾ, എത്രയോ പുസ്തകങ്ങൾ വേറെയും നമുക്ക് കാണാൻ പറ്റും. കൊലേസ്റ്റർ എന്ന പുസ്തകമുണ്ട് ഈ പുതിയ നിയമത്തിൽ. അതിന്റെ 4-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ യേശുവിന്റെ അടിമ എന്ന പ്രയോഗമുണ്ട്. പൗലോസിനെ കുറിച്ച് യേശുവിന്റെ അടിമ എന്ന് യൂദാ പുസ്തകത്തിൽ നമുക്ക് കാണാം. അതല്ലെങ്കിൽ ബൈബിളിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. യൂദയുടെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ അടിമ എന്ന പ്രയോഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2-ാം പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യത്തിൽ പത്രോസ് ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടിമ എന്ന പ്രയോഗമുണ്ട്. ഫാദർ സുലൈമാനോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, അടിമ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ, യേശുക്രിസ്തു പത്രോസിനെ കുറിച്ച് അടിമ എന്ന് പറയുന്നെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? അതല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് അടിമ എന്ന് പറയുന്നുവെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? ബൈബിൾ പഠിക്കണം, ഖുർആനും പഠിക്കണം. അതൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ആവുകയും വേണം. അടിമ എന്ന് ഖുർആൻ പറഞ്ഞതോടുകൂടെ അയാൾക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലത്രേ. ആദ്യമായിട്ട് കേൾക്കായിരുന്നു. അന്ന് ക്രിസ്ത്യാനി ആയതിനു ശേഷം അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പരമാവധി ഓരോ ന്യായം പറയാ. ഞാൻ നേരത്തെ നസീർ ഹബീബിന്റെ കഥ പറഞ്ഞല്ലോ, ഏതായാലും അതിൽ കൂടി. എന്നാൽ അവിടെ ഒന്ന് ഷെയിം ചെയ്യാൻ വേണ്ടി പരമാവധി കത്തിയടിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. ഈ ഫാദർ പല വാക്യങ്ങളും വേറെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലൊക്കെ അദ്ദേഹത്തിന്റെ മറിയം ഖുർആനിലും ബൈബിളിലും എന്ന് പറയുന്ന CD-യിൽ അയാൾ ദുർവ്യാഖ്യാനങ്ങളുടെ പ്രഘോഷണം നടത്തുന്നത് നമുക്ക് കാണാനാവും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇങ്ങനെ പരിശുദ്ധ ഖുർആനും ബൈബിൾ സുവിശേഷങ്ങളിലുമൊക്കെ മനുഷ്യരെ കുറിച്ച് അടിമ എന്ന് തന്നെ പ്രയോഗമുണ്ട്. അടിമ എന്ന് പ്രയോഗമുണ്ട്. അതൊക്കെ ഏതർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇവർ പണ്ട് കാണിച്ചിരുന്നത് പോലെ യൂറോപ്യർ ആഫ്രിക്കക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് മൃഗീയമായി പീഡിപ്പിച്ച് എല്ലു മുറിയുവോളം ജോലി എടുപ്പിച്ചിരുന്ന ആ അടിമയല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ വിധേയപ്പെട്ട് നടക്കുന്ന എൻ്റെ രക്ഷിതാവ് എന്ന അർത്ഥത്തിലാണ് ഈ ഉടമപ്രയോഗവും അടിമപ്രയോഗവും. ഇത് കാരണമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട കാര്യമൊന്നുമില്ല. ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഈ ക്രൈസ്തവ മതത്തിലും ഈ ഫാദർ നിൽക്കരുത്. അയാൾക്ക് യുക്തിവാദത്തിലേക്കോ മറ്റോ പോവാം. ബൈബിളിനെ കുറിച്ച് തന്നെ ഒരു വിവരവുമില്ലാതെ ഇയാളുടെ കുറെ ഭാഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ദൈവപുത്രൻ, ദൈവമക്കൾ എന്നൊക്കെ പറയുന്ന ഭാഗം. യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ
അവൻ കഴിവ് കൊടുത്തു. ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഈ വചനം നമ്മൾ 2 പ്രാവശ്യം വായിച്ചു, അത് വ്യാഖ്യാനിച്ചും വായിച്ചു. പക്ഷെ നമുക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ വിശ്വസിക്കുന്നവരെന്ന് വലത് കയർത്തിയേ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്. ആ കൈയൊന്ന് വീശി കാണിച്ചേ, നന്നായി വീശി കാണിച്ചേ. അടുത്തുള്ളവന്റെ തലയിൽ ഒരു തട്ട് വീഴണ്ടേ? നന്നായി കൈ. ഓക്കെ, കൈ താത്തിട്ടെ. നിങ്ങൾ കൈ ഉയർത്തി വീശിയത് കൊണ്ട് എനിക്ക് 100% ഉറപ്പായി വായിച്ച വചനത്തിന്റെ അർത്ഥം നന്നായി മനസ്സിലായിട്ടില്ല. ചുമ്മയും വായിച്ചു, വ്യാഖ്യാനിച്ചും വായിച്ചു, മനസ്സിലായില്ല. നിങ്ങളിപ്പോ കൈ ഉയർത്തി പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ വിശ്വാസ പറയുമ്പോൾ രാവിലെ ഇവിടെ ചെല്ലിയതല്ലോ. എന്താ ചെല്ലിയ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ദൈവത്തിന് എത്ര മക്കളാ? നിങ്ങൾ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? തൊട്ടു മുമ്പേ കൈയ്യറിച്ചിട്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഏകപുത്രനായിപ്പോയി. ഇതെന്ത് പരിപാടിയാ? ഫാദർ ആകെ കുഴപ്പത്തിൽപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളെന്നുണ്ട്, അതോടൊപ്പം യേശു മാത്രം ഏകജാതനായ ദൈവത്തിന്റെ പുത്രൻ എന്നുണ്ടു. അത് രണ്ടും സമ്മതിക്കുന്ന നിങ്ങളെ എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നതാണ് ഫാദറിന്റെ ചോദ്യം. ഫാദറും കുടുങ്ങിയിട്ടുള്ളത്. ഇത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കുടുക്കമാണ്. ശ്രോതാക്കൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, വിവിധങ്ങളായ പ്രവാചകന്മാരെ കുറിച്ച് ബൈബിളിൽ ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ കാണാം, എഫ്രൈമിനെ കുറിച്ച് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ കാണാം, സോളമിനെ കുറിച്ച് 2 രാജാക്കന്മാരെന്ന പുസ്തകത്തിൽ കാണാം, യാക്കൂബിനെ കുറിച്ച് കാണാം. വിവിധങ്ങളായ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, ബൈബിളിൽ ആവർത്തന പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യത്തിൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്ന പ്രയോഗമുണ്ട്. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നത് കാണാം. ഇതേ മത്തായിയിൽ തന്നെ 45-ാമത് വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാവേണ്ടതിനു വേണ്ടി എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയോ സ്ഥലത്ത് ദൈവത്തിന്റെ മക്കളുടെ നിര തന്നെയാണ്. അതിന്റെ പുറമെ ഏകജാതനായ തന്റെ പുത്രൻ എന്ന് ഇസ്രായേലിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് ബൈബിൾ പ്രയോഗിച്ചിട്ടുണ്ട്. ദാവീദിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. ഏകജാതൻ, ആകെ ഒരു പുത്രനുള്ളൂ. ഇസ്രായേലും ആകെയുള്ള ഒരു പുത്രൻ, അതോടൊപ്പം ദാവീദും ആകെയുള്ള ഒരു പുത്രൻ, അതോടൊപ്പം യേശുക്രിസ്തുവും ആകെയുള്ള ഒരു പുത്രൻ. ആദ്യത്തെ വസ്തപ്പയാന്ന് ചോദിച്ചൊരു കാരണവര്, അതിന്റെ മുമ്പത്തെ വസ്തപ്പയാന്ന് പിന്നെ ചോദിച്ചൊരു കഥയുണ്ട്. ഏകപുത്രൻ യേശുക്രിസ്തു, അതോടൊപ്പം ഏകനായ ജാതൻ ഇസ്രായേൽ, അതോടൊപ്പം ഏകനായ ജാതൻ ദാവീദ്. ഈ ഒരു കൺഫ്യൂഷനിലൂടെ കുടുങ്ങിയിട്ട് ഫാദർ അവസാനം ജമ്മ് ചെയ്യാണ്. ഏകപുത്രൻ എന്ന് പറഞ്ഞ യേശുക്രിസ്തു, ബാക്കിയുള്ള നിങ്ങളൊക്കെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദത്തുപുത്രന്മാർ. അത് യേശു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊക്കെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദത്തുപുത്രന്മാർ. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരൊക്കെ ദത്തുപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നതാണോ യേശു പറഞ്ഞത്? അല്ല, അവർ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും, ദൈവത്തിന്റെ പുത്രന്മാർ. ഇതെന്തിനു വേണ്ടിയാണ് ഫാദർ ഇങ്ങനെ ജമ്മി ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ബൈബിളിലെ വിവിധങ്ങളായ ഭാഗങ്ങൾ കൂട്ടിമുട്ടുകയാണ്, സംഘർഷത്തിൽപ്പെടുകയാണ്. ഇത് ബൈബിളിന്റെ പരിമിതി എന്നല്ലാതെ യേശുക്രിസ്തുവിനെ യഥാർത്ഥ ദൈവത്തിന്റെ പുത്രൻ എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ ഇത് തെളിവേ അല്ല. ബൈബിളിൽ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. യേശുക്രിസ്തു യഥാർത്ഥ പുത്രൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ ഈ വിധത്തിലല്ല, ഫാദർ മനസ്സിലാക്കിയതുപോലെയല്ല അത് മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ പുത്രൻ. അതിന്റെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഒരിക്കലും അയാളെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് പറയാറില്ലായിരുന്നു. ഇത് നമ്മുടെ വാചകമല്ല. കാൾ ഓഫ് പോപ്പും അതേ പ്രകാരം മർക്കസുൽ ബിഷാറയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ജോർജ് ഫോർഡ് എന്ന ക്രൈസ്തവ എഴുത്തുകാരൻ എഴുതിയ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എന്ന 7 വാള്യമുള്ള പുസ്തകത്തിന്റെ 2-ാം വാള്യത്തിന്റെ 16-ാം പേജിൽ ജോർജ് ഫോർഡ് പറയുന്നത് കാണാം. പുതിയ നിയമം ബൈബിളിൽ 10ഓളം സ്ഥലത്ത് മാത്രമാണ് ദൈവപുത്രൻ എന്നുള്ളത്. യേശുക്രിസ്തു അയാളെക്കുറിച്ച് ദൈവപുത്രൻ എന്ന് പഠിപ്പിക്കാറില്ലായിരുന്നു. മറിച്ച് 50 സ്ഥലങ്ങളിൽ
50 സ്ഥലങ്ങളിൽ യേശുക്രിസ്തു അദ്ദേഹത്തെക്കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു.